ഈ 2024 പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ട് ജൂൺ 4 വരുമ്പോൾ തീർച്ചയായിട്ടും പല നിർണായക തീരുമാനങ്ങളും ഉണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. ആ നിർണായക തീരുമാനങ്ങൾ ഏറ്റവും അധികം ഉണ്ടാകുന്നത് BJPയിൽ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് കേരള BJPയിൽ വലിയ ഒരു മാറ്റങ്ങൾ തന്നെയാണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. അതിനിടയിൽ തന്നെ BJPയിൽ ഇപ്രാവശ്യം, അതായത് 2024 ആ ഒരു റിസൾട്ട് വന്നതിന് ശേഷം തീർച്ചയായിട്ടും അതിലെ പ്രധാനപ്പെട്ട നേതാക്കൾക്ക് പല തരത്തിലുള്ള മാറ്റങ്ങളും സംഭവിക്കാനായിട്ടുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ പലരുടെയും സ്ഥാനങ്ങൾ തെറിക്കാം. പലരും പുതുതായിട്ട് BJPയുടെ തലപ്പത്തേക്ക്, അതായത് കേരള BJPയുടെ തലപ്പത്തേക്ക് എത്താം. അതും അപ്രതീക്ഷിതമായിട്ടുള്ള ആളുകൾ. കാരണം കേന്ദ്രം രണ്ടും കൽപ്പിച്ച് തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. അതായത് BJPക്ക് കേരളത്തിൽ ആ ഒരു തരത്തിൽ സീറ്റ് നേടണം, ആ ഒരു തരത്തിൽ വോട്ട് ഷെയർ ഉയർത്തണം, അതുപോലെ തന്നെ വളരെ വലിയൊരു ശക്തിയായിട്ട് മാറണം എന്നത് കേന്ദ്രം തീരുമാനിച്ചു കഴിഞ്ഞ ഒരു കാര്യം തന്നെയാണ്. അതിനുള്ള നീക്കങ്ങൾ വളരെ ഫാസ്റ്റായിട്ട് തന്നെ കേരളത്തിൽ നീക്കുന്നുമുണ്ട്. പക്ഷെ അതിന് കേരള BJPയിലെ നിലവിലത്തെ, അതായത് തലപ്പത്തിരിക്കുന്ന നേതാക്കന്മാരെ കൊണ്ട് ആ ഒരു തരത്തിൽ കഴിയാത്ത സാഹചര്യത്തിൽ അത് ആ ഒരു തരത്തിൽ ഒരു അഴിച്ചുപണി ഉറപ്പായിട്ടും കേരള BJPയിൽ ഈ ഒരു ഇലക്ഷൻ റിസൾട്ട് വന്നതിന് ശേഷം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. അതോടൊപ്പം തന്നെ ഇത്തവണ എന്തായാലും ഒരു അഴിച്ചുപണി ഉണ്ടാകുമ്പോഴത്തേക്കും അതിൽ ഏറ്റവും കൂടുതൽ നേട്ടമുണ്ടാകാനായിട്ട് സാധ്യതയുള്ള ഒരു വ്യക്തി എന്ന് പറയുന്നത് ശോഭാ സുരേന്ദ്രൻ തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല. ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച ശോഭാ സുരേന്ദ്രൻ റിസൾട്ട് വരുമ്പോഴത്തേക്കും അവിടെ ജയമോ തോൽവിയോ, പക്ഷേ അവിടെ ഒരു വലിയ മുന്നേറ്റം ആലപ്പുഴയിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് എല്ലാ സർവേകളും പറയുന്നത്. കാരണം ആലപ്പുഴയിൽ BJPക്ക് അത്ര വലിയ സ്വാധീനമില്ലാത്ത ഒരു സ്ഥലം തന്നെയാണ്. ഏകദേശം 2 ലക്ഷം അടുപ്പിച്ച് വോട്ടുകൾ ഉള്ള സ്ഥലമാണെങ്കിൽ തന്നെയും ഒരു A ക്ലാസ് മണ്ഡലമല്ല BJPക്ക് ആലപ്പുഴ. ആ ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരാൾ അവിടെ വന്ന് നിൽക്കുകയും അതോടൊപ്പം തന്നെ വലിയൊരു തരംഗം അവിടെ ഉണ്ടാക്കുകയും ആ ഒരു തരംഗം എത്രത്തോളം ശോഭാ സുരേന്ദ്രനെ ഇത്തവണ വോട്ടാക്കി മാറ്റാൻ സാധിക്കുമെന്നത് തന്നെയാണ് ഹൈലൈറ്റ് ആയിട്ട് എല്ലാവരും നോക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നത്. ശോഭാ സുരേന്ദ്രൻ ഇത്തവണ ഒരു അട്ടിമറി അവിടെ ഉണ്ടാക്കുമോ ഇല്ലയോ എന്നുള്ളത് ഒരു ചോദ്യം തന്നെയാണ്. അതിനിടയിൽ തന്നെ ശോഭാ സുരേന്ദ്രനെ എത്രത്തോളം വോട്ടുകൾ അവിടെ വർദ്ധിപ്പിക്കാൻ സാധിക്കും, 2019 ആറ്റിങ്ങൽ കണ്ട ആ ഒരു കാര്യം അതുപോലെ തന്നെ ആലപ്പുഴയിലും ഇത്തവണ സംഭവിക്കുമോ? തീർച്ചയായിട്ടും വളരെയധികം ജനങ്ങൾക്കിടയിൽ ഏത് സ്ഥലത്ത് കൊണ്ട് നിർത്തിയാലും സ്വാധീനം ചെലുത്താൻ സാധിക്കുന്ന ഒരു വ്യക്തിയായിട്ട് ശോഭാ സുരേന്ദ്രൻ നിലവിൽ കേരളത്തിൽ മാറിയിരിക്കുന്നു. അത്രയ്ക്കും വളരെ ഒരു ശക്തിയായിട്ടുള്ള ഒരു വനിതാ നേതാവായിട്ട് ശോഭാ സുരേന്ദ്രൻ മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ആലപ്പുഴ പോലുള്ള ഒരു സ്ഥലത്ത് ശോഭാ സുരേന്ദ്രനെ സ്ഥാനാർത്ഥിത്വം ആ ഒരു രീതിയിൽ പ്രഖ്യാപിച്ചതിന് ശേഷം കണ്ട ഒരു മാറ്റമെന്ന് പറയുന്നത് അത് ചെറുതല്ല. അത് തീർച്ചയായിട്ടും ജൂൺ 4 റിസൾട്ട് വരുമ്പോഴത്തേക്കും ആ ഒരു വോട്ട് ശോഭാ സുരേന്ദ്രനെ എത്രത്തോളം ഉയർത്താൻ സാധിച്ചിട്ടുണ്ട് എന്നത് നോക്കുമ്പോഴത്തേക്കും മനസ്സിലാകുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. തീർച്ചയായിട്ടും അവിടുത്തെ ജനങ്ങൾക്കിടയിൽ ഒരു വലിയ തരം ഒരു ഓളമാണ് ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ ഉണ്ടാക്കിയിരിക്കുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെയാണ് അവിടുത്തെ ഈ പറയുന്ന LDF സ്ഥാനാർത്ഥിക്കും അതുപോലെ തന്നെ UDF സ്ഥാനാർത്ഥിക്കും ഒരുപോലെ പേടിപ്പിക്കുന്ന തരത്തിലുള്ള ഒരു വലിയ മുന്നേറ്റം അവിടെ ഉണ്ടാക്കാനായിട്ട് ശോഭാ സുരേന്ദ്രന് സാധിച്ചത്. അത് തീർച്ചയായിട്ടും ഈ പറയുന്ന UDF വോട്ടുകൾക്കും അതുപോലെ തന്നെ LDF വോട്ടുകൾക്കും അവിടെ ആലപ്പുഴയിൽ ബാധകമാണെന്ന കാര്യവും അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം. ആ ഒരു മുന്നേറ്റം തീർച്ചയായിട്ടും കേരള BJPയിൽ ഒട്ടനേകം പേരിൽ അലയടിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം ശോഭാ സുരേന്ദ്രനെ ആ ഒരു തരത്തിൽ BJP തലപ്പത്തേക്ക് കൊണ്ടുവരണം, അല്ലെങ്കിൽ കേരള BJPയിൽ ഒരു വളരെ വ്യക്തമായിട്ടും വളരെ ശക്തമായിട്ടുമുള്ള ഒരു സ്ഥാനം ശോഭാ സുരേന്ദ്രന് കിട്ടണം, അർഹതപ്പെട്ട ഒരു സ്ഥാനം ശോഭാ സുരേന്ദ്രന് കിട്ടണം, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ശോഭാ സുരേന്ദ്രൻ അത് നേടിയെടുക്കണമെന്ന് ആഗ്രഹിക്കുന്ന വ്യക്തികൾ ഒരുപാട് BJPക്കുള്ളിലും അതുപോലെ തന്നെ BJP ഇഷ്ടപ്പെടുന്നവർക്കുള്ളിലും BJPക്ക് വോട്ട് ചെയ്യുന്നവർക്കുള്ളിലും അതുപോലെ തന്നെ ശോഭാ സുരേന്ദ്രൻ എന്ന വ്യക്തിയെ ഇഷ്ടപ്പെടുന്നവർക്കുള്ളിലും ഉണ്ട്. എന്തായാലും ഒരു കാര്യം ഉറപ്പാണ്, ഇപ്രാവശ്യം കേരള BJPയിൽ ഒരു അഴിച്ചുപണി ഉണ്ടാകുമ്പോഴത്തേക്കും ശോഭാ സുരേന്ദ്രൻ തീർച്ചയായിട്ടും ഒരു വളരെ വലിയ തോതിൽ ഇത്തവണ കേരള BJPയിൽ ആ ഒരു തരത്തിൽ തലപ്പത്തേക്ക് എത്തുന്ന തരത്തിൽ, അല്ലെങ്കിൽ കേരള BJPയെ നയിക്കുന്ന തരത്തിലുള്ള ഒരു ആളായിട്ട് മാറാനായിട്ട് ഏറെ സാധ്യതയുണ്ട്. കാരണം അവിടെ ഉറപ്പായിട്ടും ഇത്തവണ തിരിച്ചടി ഉണ്ടാകുന്നത്, അല്ലെങ്കിൽ ആ ഒരു തരത്തിൽ ശോഭാ സുരേന്ദ്രൻ്റെ മുന്നേറ്റത്തിൽ ഒരു പേടിപ്പിക്കുന്ന കാര്യമായി മാറുന്നത് ശരിക്കും പറഞ്ഞാൽ സുരേന്ദ്രനായിരിക്കും. കാരണം സുരേന്ദ്രൻ്റെ ഒരു സ്ഥാനം എന്തായാലും ഇപ്രാവശ്യത്തെ ഇലക്ഷൻ കഴിയുമ്പോഴത്തേക്കും തെറിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. കാരണം സുരേന്ദ്രൻ്റെ കാലാവധി ഓൾറെഡി കഴിഞ്ഞിരിക്കുകയാണ്. പക്ഷേ ഈ ഒരു പാർലമെന്റ് ഇലക്ഷൻ കഴിയുന്നത് വരെ ആ ഒരു തരത്തിൽ നീട്ടിക്കൊണ്ട് പോയതാണ്. അത് തീർച്ചയായിട്ടും ഈ ഒരു ഇലക്ഷൻ കഴിഞ്ഞ് റിസൾട്ടൊക്കെ വന്നതിന് ശേഷം റിസൾട്ടിൻ്റെ ആ ഒരു ഇത് വെച്ചിട്ട് തന്നെ സുരേന്ദ്രനെ ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഉള്ളത് എന്നുള്ളത് കേന്ദ്രം തന്നെ തീരുമാനിക്കുന്ന കാര്യമാണ്. എന്തായാലും അധ്യക്ഷ സ്ഥാനം സുരേന്ദ്രന് മാറേണ്ടി വരും. അതിന് പകരം മറ്റെന്തെങ്കിലും സ്ഥാനം സുരേന്ദ്രന് കൊടുത്തെന്നും വരാം. പക്ഷേ ആ ഒരു സ്ഥാനത്തേക്ക്, അല്ലെങ്കിൽ സുരേന്ദ്രനെ പിന്തള്ളിക്കൊണ്ട് ശോഭാ സുരേന്ദ്രൻ
സുരേന്ദ്രൻ മുന്നിട്ട് പോകാനായിട്ടുള്ള ഒരു ചാൻസ് നിലവിൽ കാണുന്നുണ്ട്. പ്രത്യേകിച്ച് കേന്ദ്രം ആ ഒരു തരത്തിൽ വനിതകൾക്ക് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്ന തലത്തിലോട്ട് നീങ്ങിക്കഴിഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ ശോഭാ സുരേന്ദ്രനെ പോലെ ഒരു ശക്തിയായിട്ടുള്ള ഒരു വനിതാ നേതാവ് കേരള BJPയിൽ ഉള്ളപ്പോൾ അവർക്ക് അർഹമായിട്ടുള്ള ഒരു സ്ഥാനം കൊടുക്കുക എന്നുള്ളത് കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വം തന്നെയാണ്. അതിന് തടയിടാനായിട്ട് കേരള BJPയിലെ നേതാക്കന്മാർക്കിടയിൽ ആ ഒരു തരത്തിലുള്ള ചേരിതിരിവൊക്കെ ഉണ്ടാകാനായിട്ടുള്ള സാധ്യതയുണ്ട്. പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് ശോഭാ സുരേന്ദ്രന്റെ ഈ ഒരു ജനപിന്തുണയും ആ ഒരു മുന്നേറ്റവും അത് തീർച്ചയായിട്ടും ശോഭാ സുരേന്ദ്രന് ഗുണകരമായി മാറുമെന്ന കാര്യത്തിൽ സംശയമില്ല. അത് ഈ ആലപ്പുഴയിലെ റിസൾട്ടും കൂടി നോക്കുമ്പോഴത്തേക്കും തീർച്ചയായിട്ടും അത് ബോധ്യപ്പെടുന്ന ഒരു കാര്യം തന്നെയാകുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതേസമയം സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം സുരേന്ദ്രന് ഇപ്രാവശ്യവും കേരളത്തിൽ നിന്നൊരു നേട്ടമുണ്ടാക്കാനായിട്ട് സാധിച്ചില്ലെങ്കിൽ, അതായത് ഈ പാർലമെന്റ് ഇലക്ഷനിൽ BJPക്ക് ഒരു സീറ്റെങ്കിലും ഇവിടെ നിന്ന് ലഭിച്ചു കഴിഞ്ഞാൽ അത് സുരേന്ദ്രന് ഒരു നേട്ടമായിട്ട് കരുതാം. പക്ഷേ അത് സുരേന്ദ്രൻ്റെതായിട്ടുള്ള ഒരു നേട്ടമല്ല, അത് ആ ജയിക്കുന്ന വ്യക്തി തന്നെ നേടിയെടുത്ത ഒരു നേട്ടമാണെന്ന കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സുരേന്ദ്രന് അവകാശപ്പെടാൻ സാധിക്കും. കാരണം താൻ അധ്യക്ഷനായിരിക്കുന്ന സമയത്ത് തന്നെയാണ് ഈ ഒരു നേട്ടം BJPക്ക് കേരളത്തിൽ ഉണ്ടായതെന്നുള്ളതിനെ കുറിച്ച്. പക്ഷെ നേരെ മറിച്ച് സംഭവിച്ചു കഴിഞ്ഞാൽ, അതായത് കേരള BJPയിൽ ഇത്തവണയും ഒരു സീറ്റ് BJPക്ക് നേടാൻ സാധിക്കാതെ വന്നു കഴിഞ്ഞാൽ സുരേന്ദ്രന് അത് വലിയൊരു തിരിച്ചടിയായിരിക്കും. കാരണം പിന്നെ സുരേന്ദ്രന് ആ ഒരു തരത്തിലൊരു വോയിസ് ഉണ്ടാകത്തില്ല. സുരേന്ദ്രൻ പിന്നെ തകർന്ന് തരിപ്പണമാകുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകുമെന്ന കാര്യത്തിൽ സംശയമില്ല. കേന്ദ്രത്തിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു തരത്തിൽ നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. എല്ലാ തരത്തിലുമുള്ള ഒരു അഴിച്ചുപണി തന്നെയായിരിക്കും കേരള BJPയിൽ എന്തായാലും നടക്കാൻ പോകുന്നത്. പക്ഷെ അവിടെ നേട്ടമുണ്ടാകാൻ പോകുന്നത് ശരിക്കും ശോഭാ സുരേന്ദ്രന് തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശരിക്കും പറഞ്ഞാൽ കേരള BJPയിൽ ഒരു അഴിച്ചുപണി അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇപ്പോൾ മുന്നോട്ട് പോകുന്ന കണക്ക് മുന്നോട്ട് പോയിട്ട് യാതൊരുവിധ കാര്യവും ഇല്ല എന്നുള്ളത് കേരള BJPയിലെ പ്രവർത്തകർക്ക് തന്നെ മനസ്സിലായിട്ടുള്ള ഒരു കാര്യം തന്നെ. അതുകൊണ്ട് തന്നെ വലിയൊരു അഴിച്ചുപണിയും അതുപോലെ തന്നെ ജനങ്ങൾക്ക് അത്രത്തോളം സ്വീകാര്യനായിട്ടുള്ള ഒരു വ്യക്തി തന്നെയാണ് തലപ്പത്തേക്ക് വരേണ്ടത്. അതുമാത്രമല്ല ജനങ്ങൾക്കിടയിൽ ഇറങ്ങി പ്രവർത്തിച്ചുകൊണ്ട് ആ ഒരു തരത്തിൽ ഒരു ജനനേതാവായിട്ട് മാറാൻ സാധിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് മുന്നിട്ട് വരേണ്ടതും. എങ്കിൽ മാത്രമേ കേരള BJPയിൽ ആ ഒരു തരത്തിലുള്ള ഒരു മാറ്റം അനിവാര്യമായി കാണാൻ സാധിക്കത്തുള്ളൂ. എന്തായാലും ജൂൺ 4-ാം തീയതി റിസൾട്ട് വരുമ്പോഴത്തേക്കും കേരളത്തിൽ നിന്ന് BJPക്ക് സീറ്റ് കിട്ടുമോ, അതുപോലെ തന്നെ കേരളത്തിൽ നിന്ന് BJPക്ക് സീറ്റ് നേടാനോ വോട്ട് ഷെയർ ഉയർത്താനോ സാധിച്ചിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒരു 8ന്റെ പണി സുരേന്ദ്രന് കേന്ദ്രത്തിൽ നിന്ന് ഉണ്ടാകുമെന്ന കാര്യവും ഉറപ്പാണ്. പക്ഷേ അതിലും നേട്ടമുണ്ടാകുന്നത് ശോഭാ സുരേന്ദ്രനായിരിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. ശോഭാ സുരേന്ദ്രൻ എന്ത് തന്നെ ആയാലും ഇത്തവണ ഒരു മാറ്റം ആലപ്പുഴയിൽ ആ ഒരു തരത്തിൽ വോട്ട് ഷെയർ ഉയർത്തുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ സുരേന്ദ്രൻ പിന്നോട്ട് പോകുമ്പോഴത്തേക്കും ശോഭാ സുരേന്ദ്രനെ മുന്നോട്ട് വരാനായിട്ട് ഇത്തവണ സാധിച്ചാലും അത്ഭുതപ്പെടാനില്ല എന്ന് ഉറപ്പിച്ച് പറയാൻ സാധിക്കുന്ന കാര്യങ്ങളാണ് നടക്കാൻ പോകുന്നത്.